കഴിഞ്ഞ 12 ദുരന്ത വർഷങ്ങളിൽ കേന്ദ്രത്തോട് ദുരന്ത നിവാരണത്തിന് വേണ്ടി ചോദിച്ചത് 18,910 കോടി, കിട്ടിയതോ 3,146 കോടി. ഈ സമസ്യയെപ്പറ്റി നാം അല്പം ആലോചിക്കേണ്ടിയിരിക്കുന്നു. വളരെ ഗൗരവത്തോടെ. കേന്ദ്രം അവഗണിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഒരു ഫെഡറൽ സമ്പ്രദായത്തിൽ ഇത്തരം അവഗണന ഒരു തരത്തിലും ടോളറേറ്റ് ചെയ്യാൻ സാധിക്കാത്തതാണ്. അതുപോലെ തന്നെയാണ് കേരളം ഓർക്കേണ്ട ഒരുപാട് കാര്യങ്ങളിലേക്കാണ് ഈ അവഗണന വിരൽ ചൂണ്ടുന്നത്. കാരണം കേരളം എവിടെ നിൽക്കുന്നു പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിൽ? അതാണ് പ്രധാനമായിട്ടും നാം കാണേണ്ടത്. ഈ 2018 വൻ പ്രളയം കേരളത്തിലെ നമ്മളെല്ലാം ഒരിക്കലും മറക്കാത്ത പ്രളയമാണ്. ആ പ്രളയം കഴിഞ്ഞതിന് ശേഷം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്ക്, അപ്പോഴാണ് ആ കണക്ക് പുറത്തുവിടുന്നത്. ഈ കണക്കുകളൊക്കെ നേരത്തെ തന്നെ ഉള്ളതാണ്. പക്ഷേ കേരളത്തിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുവരെ അന്ന് ആ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്ക് നോക്കുക. 1961 2013 ഇടയ്ക്ക്, അതാ ഞാൻ പറഞ്ഞത് 2018 ഈ കണക്ക് പുറത്തുവിട്ടത്, അതിനൊക്കെ വളരെ മുമ്പ് തന്നെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഈ സ്റ്റഡി ഒരു വലിയ കാലഘട്ടത്തിലെ പഠനമാണ്. 1963 മുതൽ 2013 വരെയുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനം. ആ പഠനത്തിന്റെ കണ്ടെത്തൽ എന്തായിരുന്നു? ആ പഠനത്തിലെ കണ്ടെത്തല് കേരളത്തിൽ അത് അനധികൃത ക്വാറിയിങ്, അതുപോലെ മലയിടിച്ചുള്ള മണ്ണെടുക്കൽ, ഇത്തരം കാരണങ്ങൾ കൊണ്ട് പശ്ചിമഘട്ടത്തിന്റെ ഇങ്ങേ അറ്റത്തുള്ള കേരളം വളരെ അപകടകരമായ പരിസ്ഥിതിയിലാണ് കഴിയുന്നത് എന്നാണ് ആ സർവേ പറഞ്ഞത്. സർവേ പറഞ്ഞ മറ്റു കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാം. അതായത് 38,000 സ്ക്വയർ കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ഭൂദൈർഘ്യം. ആ 38,000 സ്ക്വയർ കിലോമീറ്ററിൽ അത് 14 ജില്ലകളായിട്ട് തിരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ 14 ജില്ലകളിൽ 13 ഇതുപോലെയുള്ള പ്രകൃതി ദുരന്ത സോണായിട്ട് ജിയോളജിക്കൽ സർവേ മാർക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നാഷണൽ ലാൻഡ് സ്ലൈഡ് മാപ്പിംഗ് അനുസരിച്ച് 1961 2013 ഇടയ്ക്ക് 67 വൻകിട ഉരുൾപൊട്ടലുകളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. 1961 2013 ഇടയ്ക്ക് 67 വൻ ഉരുൾപൊട്ടലുകൾ കേരളത്തിൽ ഉണ്ടായി. ഇത് കൂടാതെ നിരവധി ചെറു ചലനങ്ങളും ഉണ്ടായതായിട്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാർക്ക് ചെയ്ത് അവർ മാത്രമല്ല, അതുപോലെ നാഷണൽ ലാൻഡ് സ്ലൈഡ് മാപ്പിംഗ്, അത് ജിയോളജിക്കൽ സർവേയുടെ ഭാഗമായിട്ട് നാഷണൽ ലാൻഡ് സ്ലൈഡ് മാപ്പിങ്ങിലാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ 67 വൻ പ്രളയങ്ങൾ കേരളത്തിൽ ഉണ്ടായി 1961 ശേഷം. 2018 പ്രളയമോ 19 പ്രളയമോ കണ്ട്, അല്ലെങ്കിൽ 24 ഉരുൾപൊട്ടൽ, ചൂരൽമല മുണ്ടക്കൈ എടുത്തുപോയ ഉരുൾപൊട്ടലോ കണ്ട് ഇതാണ് ഇവിടുത്തെ ആകെ പ്രളയം എന്ന് പറയേണ്ട കാലമില്ല. പ്രളയം പണ്ടേ കേരളത്തിന് പുത്തരിയല്ല. കാരണം പ്രളയത്തിന് കാരണഭൂതമായ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അനുദിനം. നമുക്ക് നോക്കാം, 2012 ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. ഇപ്പൊ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അനധികൃത ക്വാറിയിങ്ങിനെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്, മണ്ണെടുക്കലിനെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. 2012 ഗാഡ്ഗിൽ 127 ഗ്രാമങ്ങൾ തന്നെ സെൻസിറ്റീവ് സോണിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവിടെ വലിയ നിയന്ത്രണങ്ങൾ വരുന്നു എന്ന് അറിഞ്ഞ് ജനപ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ ഒരു ഗവൺമെന്റ് കണ്ണടച്ച് ഉടനെ അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയല്ല വേണ്ടത്. എന്തുകൊണ്ട് അവിടെ പരിസ്ഥിതി ലോലം എന്ന് പറയുന്നു, എന്താണ് അവിടെ ജീവിക്കുന്നവർക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് അവിടുത്തെ ജനതയെ പഠിപ്പിച്ചു കൊടുക്കണം. സാക്ഷര കേരളം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല. സാക്ഷര കേരളത്തിൽ വരാൻ സാധ്യതയുള്ള അപകടങ്ങളെ അവരെ പഠിപ്പിച്ചു കൊടുത്താൽ അത് മനസ്സിലാക്കും അവര്. എന്നിട്ട് അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. പകരം 1961 മുതൽ 2013 വരെ കണ്ടെത്തിയ ഈ കാര്യങ്ങളൊന്നും ഇവിടുത്തെ ജനങ്ങൾക്കോ ഇവിടുത്തെ ഈ
പറയപ്പെട്ട ജിയോളജി വകുപ്പുകൾക്കോ ഒന്നിനും അറിഞ്ഞുകൂടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇത്രയും 67 ചലനങ്ങൾ, വലിയ വൻ അപകടങ്ങൾ, പ്രളയങ്ങൾ ഉണ്ടായത്, അതുപോലെ തന്നെ ചെറു പ്രളയങ്ങളല്ല, 67 ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായത്, ചെറു ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായത്, ഇതൊന്നും ഇവിടുത്തെ പൊതുജനത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നില്ല. അങ്ങനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് വേണമായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ട്, മറിച്ച് വേറൊരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റി പറഞ്ഞതിലും വെള്ളം ചേർത്താണ് ഇവിടെ നടപ്പാക്കിയത്. അതിന്റെ ഒക്കെ പ്രതിഫലനമാണ് ഇപ്പൊ നമ്മൾ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ കണ്ടത്. അപ്പൊ എന്താണ് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞത്? അവര് കേരളം മുഴുവനും ചുറ്റിക്കറങ്ങി നടന്നില്ല, എങ്കിലും ഒരു വലിയ പര്യടനമായിരുന്നു അദ്ദേഹം നടത്തിയത് പരിസ്ഥിതി ലോല മേഖലകളൊക്കെ കണ്ടെത്താൻ വേണ്ടി. അങ്ങനെ കണ്ടെത്താൻ നടത്തിയ ആ പര്യടന വേളയിൽ അദ്ദേഹത്തിന്റെ ടീം കണ്ടെത്തി 1700 ഇല്ലീഗൽ ക്വാറീസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഓർമ്മിക്കുകയാണ്, ഇപ്പോ ഗവൺമെന്റിൽ തന്നെയുള്ള ഒരു മന്ത്രി തന്നെ എന്നോട്, ഞങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റിയിൽ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കറിയാമല്ലോ, മലയാറ്റൂര് തന്നെ, അദ്ദേഹം ഇപ്പോൾ സംസ്ഥാനത്തൊരു മന്ത്രിയാണ്. അദ്ദേഹം പക്ഷെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പല്ല കൈകാര്യം ചെയ്യുന്നത്. മലയാറ്റൂര് 2 ക്വാറികൾ അനുവദിച്ചെടുത്ത് 100 ക്വാറികൾ പ്രവർത്തിക്കുന്നു എന്ന്. അത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഏതോ ഒരു കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി കണ്ടുപിടിച്ചതാണ്. അങ്ങനെ 100 ക്വാറികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? അതിനും അദ്ദേഹത്തിന് ഒരു ഉത്തരവുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത്? ഓരോ തദ്ദേശ സ്ഥാപനങ്ങളാണല്ലോ ക്വാറികൾക്കും ഒക്കെ അനുവാദം കൊടുക്കുന്നത്. ഓരോ തദ്ദേശ സ്വയംഭരണവും നിലവിൽ വരുമ്പോൾ, അതായത് പഞ്ചായത്ത് നിലവിൽ വരുമ്പോൾ, പഞ്ചായത്ത് അധികൃതരെ നേരെ ഈ ക്വാറി മാഫിയ കണ്ട് അവർക്ക് കണ്ണ് നിറയെ, അതായത് പുതിയ വീടോ പുതിയ കാറോ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അതിനൊക്കെ വേണ്ട ഫണ്ട് മുഴുവൻ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുന്നു. അപ്പോൾ ക്വാറിയിങ്ങിനെ പറ്റി അന്വേഷണമില്ല. ഇതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട് പ്രളയത്തിൽ അറബിക്കടലിലേക്ക് പോവുകയില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനാവുക അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത്? അതുകൊണ്ടാണ് പറയുന്നത്, ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞ 1700 ക്വാറികൾ, ഇല്ലീഗൽ ക്വാറീസ് പ്രവർത്തിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തിയെന്നാണ് പറഞ്ഞത്. ആ ക്വാറികൾക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത്? ആ ക്വാറികളെ കണ്ടെത്താൻ ഗവൺമെന്റിന് ഒരു പ്രശ്നവുമില്ല കേട്ടോ, വേണമെന്ന് വെച്ചാല്. പക്ഷെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ക്വാറി മാഫിയ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ വീട് വെച്ചു കൊടുക്കുകയോ പുതിയ വണ്ടി വാങ്ങി കൊടുക്കുകയോ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ആ പ്രദേശത്തെ രാഷ്ട്രീയക്കാർക്ക്, പ്രദേശത്തെ നിയന്ത്രിക്കുന്ന പോലീസ് യജമാനന്മാർക്ക്, അതുപോലെ തന്നെ ഭരണത്തിലിരിക്കുന്നവർക്കൊക്കെ കണ്ണിറയെ കൊടുക്കുന്നു. അങ്ങനെ കണ്ണിറയെ കൊടുക്കുന്ന അവർക്കെതിരെ ഒരു വിരൽ ചൂണ്ടാൻ തൻ്റെ ഇടമുള്ള ആരും പിന്നെ ആ ഭരണകൂടത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഏത് ഭരണകൂടം വന്നാലും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല കേരളത്തിന്റെ, പിന്നെ ഏറ്റക്കുറച്ചിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പറയപ്പെട്ട ലാൻഡ് സ്ലൈഡ്സിനെ പറ്റിയും ഒക്കെ ചിന്തിക്കാനായിട്ട് കേരളം ഇനി എങ്ങോട്ട് എന്നുള്ളതും ആലോചിക്കണം. ഇവിടുത്തെ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞനാണ്, ഞാൻ ആദരിക്കുന്ന ശാസ്ത്രജ്ഞനാണ് സി രാധാകൃഷ്ണൻ. അദ്ദേഹം ഒരിക്കൽ മാതൃഭൂമിയിൽ എഴുതിയ ഒരു ആർട്ടിക്കിൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. ഒരു 10-20 വർഷം മുൻപ് അദ്ദേഹം എഴുതിയ ലേഖനമാണ്. എന്താണ്? പശ്ചിമഘട്ട നിരയിലെ വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ആ ലാവ അറബിക്കടലിൽ ചെന്ന് അത് ഘനീഭവിച്ചാണ് കേരളം ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞത് 101% ശരിയായിരിക്കണം. നാമും പഠിച്ചിട്ടുള്ളത് എന്താണ്? പരശുരാമൻ മഴുവെറിഞ്ഞ് വീണ്ടെടുത്ത കേരളം എന്ന്. അത് കോവിഡ് വന്നപ്പോൾ ചാണകത്തിൽ കുളിച്ചാൽ മതി എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ചില രാഷ്ട്രീയ ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, അവരുടെ തരത്തിൽപ്പെട്ടവരാണ് പരശുരാമൻ മഴുവെറിഞ്ഞ് വീണ്ടെടുത്ത കേരളം എന്ന് പറയുന്നവര്. യഥാർത്ഥത്തില് അദ്ദേഹം പറഞ്ഞ ഈ ശ്രീരാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻ, ആ വോൾക്കാനോ കടലിൽ ചെന്ന് പതിച്ച് ഘനീഭവിച്ച് രൂപപ്പെട്ടതായിരിക്കാം കേരളം. അങ്ങനെയെങ്കിൽ അതേ അവസ്ഥയിലേക്ക് വീണ്ടും കേരളം പോവുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കാരണങ്ങളില്ല. ഇതുപോലെയാണ് കേരളം മുൻപോട്ട് പോകുന്നത് എങ്കിൽ, അതുകൊണ്ട് നാം ഭരണത്തിലേറ്റുന്നവരെ ചുമതലയോടുകൂടി ഭരിക്കാൻ നാം തന്നെയാണ് അവരെ ഉത്തരവാദപ്പെടുത്തേണ്ടത്. ഉത്തരവാദപ്പെട്ടില്ലെങ്കിൽ ആ തരത്തിൽ അവരെ കൈകാര്യം ചെയ്യേണ്ടത്, അവരെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇതിനൊക്കെ അനുസരിച്ച് അതായത് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ ക്ഷേമം മുൻനിർത്തി ഭരിക്കുന്നവരെ മാത്രമാണ് ഭരണത്തിൽ അത് ഇടതുവശത്തുള്ളവരും ഉണ്ടാകാം, വലതുവശത്തുള്ളവരും ഉണ്ടാകും. അവരെ തപ്പിയെടുത്ത് വേണം നമ്മൾ ഭരണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. അതല്ലാതെ കൈയിട്ട് വാരി സ്വന്തം പോക്കറ്റ് നിറച്ച് സ്വന്തം
ജനറേഷൻസിനെ സംരക്ഷിക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊന്നും പറ്റുകയില്ല. അങ്ങനെ ജനറേഷൻസിന് വേണ്ടി കരുതി വെക്കുന്നവർക്ക് അത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണെന്നറിയാം. എൻ്റെ പുറകിൽ ഇരിക്കുന്നുണ്ട് ആ പുസ്തകം, അമർത്യ സെന്നിന്റെ ദ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ. ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യനില് അമർത്യ സെൻ എന്താ പറയുന്നതെന്ന്, ഈ കൈയിട്ട് വരുന്ന മാഫിയയെ പറ്റിയാണല്ലോ നമ്മളിപ്പം പറഞ്ഞത്. അതായത് ക്വാറി മാഫിയ, ലാൻഡ് മാഫിയ, അങ്ങനെ മാഫിയകളുടെ ഒരു ലോകമായി മാറിയിരിക്കുകയാണ് ഈ കേരളത്തിന്റെ, കൊച്ചു കേരളത്തിന്റെ ഡെമോക്രസി എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ മാഫിയകൾ എന്തിനാ ഇങ്ങനെ കൈയിട്ട് വരുന്നത്? ഒക്കെ കരുതി കൂട്ടി വെച്ച് അങ്ങ് പോകുമ്പോ കൊണ്ടുപോകാമെന്നോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇഷ്ടദാനം കൊടുത്ത് അവരെ അങ്ങ് വലിയ രാജാക്കന്മാരാക്കാമെന്നോ ഒക്കെ വിചാരിച്ചിട്ടാണ്. അവിടെയാണ് ഞാനൊരു കഥ പറയുന്നത്. ഏത് കഥയാ പറയുന്നതെന്നറിയാമോ? അതായത് അമർത്യ സെൻ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് BC 320 കാലഘട്ടത്തില് അന്ന് അലക്സാണ്ടർ ദ ഗ്രേറ്റ് രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ച് ഇന്ത്യയിലെത്തുന്നു. അപ്പൊ ഇന്ത്യയില് സന്യാസി സമൂഹത്തിന്റെ മുൻപിലെത്തുന്നു. അങ്ങനെ സന്യാസി സമൂഹത്തിന്റെ മുൻപിലെത്തുമ്പോൾ ഇവര് പ്രാർത്ഥനയിലും ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവർ അക്ഷോഭ്യരായിട്ട്, അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണല്ലോ വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ച് ചാടി എഴുന്നേറ്റ് ഓടി എങ്ങും പോകാതെ അവർ അവിടെ തന്നെ അവരുടെ പ്രാർത്ഥനാ കർമ്മത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ അലക്സാണ്ടർ അത്ഭുതപ്പെട്ടു. അലക്സാണ്ടർ ചോദിക്കുന്നു, നമ്മെ കണ്ടപ്പോൾ നിങ്ങൾ എന്താണ് അക്ഷോഭ്യരായിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഭയമില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവര് പറഞ്ഞു, എന്തിന് നിങ്ങളെ കണ്ട് ഭയക്കണം ചക്രവർത്തി? നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടുമ്പോൾ മുതൽ എല്ലായിടത്തും ദുഃഖങ്ങൾ വാരി വിതറി, അക്രമങ്ങൾ നടത്തി, മോഷണ പരമ്പരയുമായിട്ട് മുന്നേറുന്നു, കൊലയും കൊലപാതകവും ഒക്കെയായി മുന്നേറുന്നു. ഞങ്ങളോ ലോകത്തിന്റെ സമാധാനത്തിനും നന്മയ്ക്കും വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ച് ചിന്തയിലും സംസാരത്തിലും മുഴുകിയിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും. 6 അടി മണ്ണാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ മരിക്കും. ഞങ്ങൾക്ക് വേണ്ടതും 6 അടി മണ്ണ് മാത്രം എന്ന് പറഞ്ഞു. അലക്സാണ്ടർ അവിടുന്ന് തിരിച്ചു പോകുന്നു മെസപ്പൊട്ടോമിയയിലേക്ക്. അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ എഴുതി വെച്ചു, വെട്ടിപ്പിടിച്ചതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. 6 അടി മണ്ണ് മാത്രമാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ കരങ്ങൾ രണ്ടും ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് ഇട്ടേക്കണം എന്ന്. അങ്ങനെ ശവമഞ്ചം പുറത്തേക്കിട്ടാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ശവമഞ്ചം കൊണ്ടുപോയത് എന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്ത് ലെസനാ പഠിക്കേണ്ടത്? ഈ വെട്ടിപ്പിടിക്കുന്ന രാഷ്ട്രീയക്കാരോ ആരുമാകട്ടെ, ഏത് മാഫിയായും ആകട്ടെ, അവരാരും ഇതൊന്നും കയ്യിൽ കൊണ്ടുപോകുന്നില്ല. വെറും 6 അടി മണ്ണ് മാത്രമാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് എങ്ങനെയാണ് ഇവരൊക്കെ ചെയ്യേണ്ടത്? തൊട്ടടുത്ത് നിൽക്കുന്നവന് പുഞ്ചിരി വരുന്നുണ്ടോ? അവൻ പട്ടിണിയിലാണോ? അവൻ അശരണതയിലാണോ? സങ്കടത്തിലാണോ? അവന്റെ സങ്കടം നിറവേറ്റുക. മധുവിനെ, പട്ടിണി കിടന്ന മധു ഒരു ശകലം അരി മോഷ്ടിച്ചതിന്റെ പേരില്, പാലക്കാട്ടെ മധുവാണ് ഞാൻ പറയുന്നത്, കൊന്നതുപോലെ എത്രയോ പേര് കൂടിയാണ് അവരുടെ ദംഷ്ട്രങ്ങൾ ഉപയോഗിച്ച് അവനെ ഇല്ലാതെയാക്കിയത്. അതുപോലെ കൊല്ലുകയല്ല വേണ്ടത്. അത്തരക്കാരെ കണ്ടെത്തി അവരുടെ കണ്ണീര് ഒപ്പുകയാണ് വേണ്ടത്. അങ്ങനെ കണ്ണീര് ഒപ്പുകയാണെങ്കിൽ ഇതുപോലെ 1700 ഇല്ലീഗൽ ക്വാറീസ് ഉണ്ടാവുകയില്ല. ഇതുപോലെ മണ്ണൊലിപ്പോ പ്രളയമോ ഉണ്ടാവുകയില്ല. കേരളം വീണ്ടും അറബിക്കടലിലേക്ക് താണു പോവുകയുമില്ല. അത് ഓർത്തു വേണം ഭരിക്കുന്നവരും ഭരണീയരും മുൻപോട്ട് പോകാൻ.